നമസ്കാരം, എൻ്റെ പേര് ദാമോദറാണ്. ഞാൻ ഒരു ലൈഫ് കോച്ചാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജായിട്ട് നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നത്. ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുണ്ട്, നമ്മളെ സോഷ്യൽ മീഡിയ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് നമ്മൾ ചുറ്റുപാടും നടക്കുന്നത് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോഴും പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോഴും അതായത് ഇത്ര ടെക്നോളജി ഡെവലപ്പ് ആയിട്ടും കൂടി ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്തിനു കാരണം? നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ പല നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, പല കാര്യം നമ്മൾ ഇൻഫർമേഷൻ, പക്ഷേ സ്റ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പല സൈക്കോളജിസ്റ്റിനെ വേണ്ടി സ്റ്റഡി ചെയ്യുന്നുണ്ട്, കുറേ കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദ സെയിം തിങ്. ആൾക്കാർ ഒരു ടെമ്പററി പ്രോബ്ലമിന് വേണ്ടിയിട്ട് പെർമനൻറ്റ് സൊല്യൂഷൻ ഓഫ് സൂസൈഡ് എടുക്കുന്നു. ഞാൻ റെഫർ ചെയ്യുന്നത് ഈ 3 കേസസ് ഉണ്ടായ നമ്മളെ കേരളയിൽ, അതായത് കൊല്ലം സ്വദേശിയായ 2 പേര് ഷാർജയിൽ താമസിച്ച്, ഒന്ന് വിപിൻചിക്ക പറഞ്ഞൊരു ലേഡി, അവളുടെ 1.5 വയസ്സ് കുട്ടിയെ കൂടെ സൂസൈഡ് ചെയ്തു. മെൻ്റൽ ട്രോമ, സ്ട്രെസ്സും ആ ഒരു ഇത് കാരണം. അതേമാതിരി ഇപ്പോൾ റീസെൻ്റ്ലി അതുല്യ പറഞ്ഞൊരു പെൺകുട്ടി ഷാർജയിൽ ഹസ്ബൻഡിൻ്റെ ഒരു ട്രോമ കാരണം സൂസൈഡ് ചെയ്യേണ്ടി വന്നു. ഒരു മാസം മുന്നേ ആശീർനന്ദ പറഞ്ഞൊരു പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലാസ് ഡൗൺ ഗ്രേഡ് ചെയ്ത് കാരണം വെച്ച് സൂസൈഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താ നടക്കുന്നത്? ഇതിൽ നമ്മൾ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും ബേസിക്കലി ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ടെക്നോളജിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, നമുക്ക് എല്ലാ കാര്യവും ചെയ്യാം. പക്ഷേ നമ്മളൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് വന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ബേസിക്കലി നമ്മൾ എഡ്യൂക്കേഷൻ്റെ പോരായ്മയാണ്. നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ആർക്കും അത്ര പ്രത്യേക അവയർനെസ് ഇല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സൂസൈഡിൻ്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു IC3 പറഞ്ഞിട്ടൊരു വോളണ്ടറി ബോഡി ഉണ്ട്. അവർ ബേസിക്കലി ഇത് ട്രെൻഡ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഓവർ ദ ഡീക്കേഡ് നമ്മളുടെ ഈ സൂസൈഡ് റേറ്റ്സ് പോപ്പുലേഷൻ റേറ്റിനെക്കാട്ടും ഔട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് പോപ്പുലേഷൻ ഒരു 582 മില്യണിന് 581 മില്യൺ ആയപ്പോൾ ഈ ഒരു സൂസൈഡ് 6,600 പോയത് 13,000ലേക്കാണ്. അതായത് 2023 നടന്ന 13,000 സൂസൈഡ് കേസസ് ആണ്. 1 among 7 people they commit suicide between 15 to 24 years of age. അപ്പോൾ ലാസ്റ്റ് 5 years ആയിട്ട് 5% ഇൻക്രീസാണ് സൂസൈഡിൽ വന്നിരിക്കുന്നത്. ഇതൊരു ട്രെൻഡ് പറഞ്ഞാൽ വളരെ അലറാമിങ്. നമുക്കിതിനൊരു മാറ്റം വരുത്തണ്ടേ? എന്തിനും ഇത് നടക്കുക? നമ്മളിതിനെപ്പറ്റി നമ്മളെ കാര്യത്തിനൊക്കെ ഒരുപാട് ഇതാകുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നോക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ അടുത്ത സുഹൃത്തോ നമ്മളുടെ അടുത്ത് ഈ സംഭവം നടക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു റിയലൈസേഷൻ വരുന്നത്. ബട്ട് സ്റ്റിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ബേസിക്കലി നമുക്കൊരു സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനു വേണ്ടി ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കിട്ടണോണ്ട് ഇതിനൊന്നും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ റൂട്ടിംഗ് റെവല്യൂഷൻ പറഞ്ഞ പ്രോജക്റ്റ് തുടങ്ങിയത്. എനിക്ക് എല്ലാ പാരൻസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഓൺട്രപ്രണേഴ്സിനും എല്ലാ ആൾക്കാരും എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമാണ്, ഈ പ്രോഗ്രാം കാണുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റെവല്യൂഷൻ്റെ ഭാഗമാവുക. നമുക്ക് പല ജീവിതങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, ഒരു ഹാപ്പിനെസ്സും ഗ്രോത്തും കൊണ്ടുവരാൻ പറ്റും. നമസ്കാരം, നന്ദി.